നമുക്കിന്ന് മീൻ മുളകിട്ടത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ: മീൻ ചെറുതായി മുറിച്ചത്. ഇവിടെ ഞാൻ സാൽമൺ എന്ന് പറഞ്ഞ മീൻ എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ല ചാളയും മയിലയൊക്കെയാണ്. എനിക്ക് മീൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ, അതുകൊണ്ട് ഞാൻ സാൽമൺ എടുത്തിരിക്കുന്നത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം കുടംപുളി, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, ആവശ്യത്തിന് വെള്ളം, എണ്ണ, ഉപ്പ്. അതിന് തന്നെ ചട്ടി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുടംപുളി കഴുകി വെച്ചത്, ഇഞ്ചി ചതച്ചത്, ഉപ്പ്, മീൻ കഷ്ണങ്ങൾ ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് വേവിക്കാൻ മതി. നന്നായി ഇളക്കി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. നമുക്കിനി നമ്മുടെ കറി തുറന്ന് നോക്കാം. അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് വറ്റി. നമുക്കിനി ബാക്കിയുള്ള ചേരുവകളൊക്കെ ആഡ് ചെയ്യാം. പച്ചമുളക് അരിഞ്ഞതും, ഉലുവ പൊടിച്ചതും, കുറച്ച് എണ്ണ അവിടെ ഒഴിക്കാം. ഈ സമയത്ത് കറിയുടെ ഉപ്പും പുളി നോക്കണം. കുറവാണെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി ഏകദേശം റെഡിയായി. തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വൃത്തിയിലായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എണ്ണ സാധനം പിടിച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാണാം എണ്ണയൊക്കെ തെളിഞ്ഞ് ഇരിക്കുന്നുണ്ട്. നമുക്ക് മീൻകറി ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കൊള്ളിക്കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.